ആദ്യമായിട്ട് ഇങ്ങനെ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ് നമ്മൾ ഡോക്ടർക്ക് പറഞ്ഞ് ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യാൻ പോകുന്ന ഒരു ടൈം ഉണ്ടല്ലോ, ആ സമയത്ത് പോയ സമയത്ത് നമുക്ക് ഇങ്ങനെ സ്കാനിങ് റൂമിൽ കൊണ്ടുപോയി നമ്മൾ കിടത്തി ഹാർട്ട് ബീറ്റ് കേൾപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ എൻ്റെ കൂടെ പറഞ്ഞു ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേനും ഭയങ്കര ടെൻഷൻ ആയിപ്പോയി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് വെച്ച് നമ്മൾ ഡോക്ടർക്ക് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ചിലപ്പോൾ അത് അബോഷനായി പോകാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഒരു സമയത്ത് അത് കേൾക്കുമ്പോഴത്തേനും വിഷമമാണ്. അപ്പോൾ എന്നിട്ടും സ്റ്റിൽ അത് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമ്മൾ സ്റ്റെയർ കയറുക, ഒരുപാട് വെയിറ്റ് എടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട തൽക്കാലത്തേക്ക്, അതിൻ്റെ ടാബ്ലറ്റ് തരാം, അത് കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ സ്റ്റെയർ കയറേണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേനും ആസ് എ ടീച്ചർ എനിക്ക് ക്ലാസ്സൊക്കെ ഉള്ളത് അപ്സ്റ്റേഴ്സിലൊക്കെയാണുള്ളത്, സെക്കൻഡ് ഫ്ലോർ തേർഡ് ഫ്ലോർ ഒക്കെ. അപ്പോൾ എനിക്കങ്ങനെ കയറാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്ത് ജോലി സ്റ്റോപ്പ് ചെയ്തിട്ട് വീട്ടിലിരിക്കാൻ തുടങ്ങി. ഈ ടാബ്ലറ്റ് ഒക്കെ കഴിച്ചിട്ട് വീട്ടിലിരിക്കാൻ തുടങ്ങി. അങ്ങനെ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് കംപ്ലീറ്റ് റെസ്റ്റ് എടുത്തു. ഡോക്ടർ റെസ്റ്റ് എന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും നമ്മൾ കംപ്ലീറ്റ് റെസ്റ്റ് എടുത്തു. കാരണം നമ്മൾ കാരണം ഇങ്ങനെ സംഭവിക്കരുത് എന്നുള്ളത് നമുക്കുണ്ടായിരുന്നു. നമ്മൾ കംപ്ലീറ്റ് റെസ്റ്റ് എടുത്തു. അങ്ങനെ അടുത്ത് സെക്കൻഡ് മന്തായി. സെക്കൻഡ് മന്തിൽ ഡോക്ടർ നമ്മുടെ സ്കാനിംഗ് ഒന്നും പറഞ്ഞിട്ടില്ല. ഓട്ടോമാറ്റിക്കലി അങ്ങനെ സെക്കൻഡ് മന്തിൽ ആരും പറയില്ല. പക്ഷേ എനിക്കാണെങ്കിൽ ഒരു ദിവസം സഡനായിട്ട് ഭയങ്കരമായിട്ട് വോമിറ്റിംഗ് ആയിരുന്നു. വോമിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം തന്നെ എനിക്കൊരു 4 പ്രാവശ്യം വോമിറ്റ് ചെയ്തു. വോമിറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ പ്രഗ്നൻസി പീരിയഡിൽ നമുക്കിങ്ങനെ അടിവയറ്റുന്നാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റാതായപ്പോൾ എനിക്കങ്ങ് ടെൻഷനായി. ഇനി ഇതിൻ്റെ അളവ് വല്ലതും കൂടിയിട്ടുണ്ടാവോ ഇന്റർണൽ ബ്ലീഡിങ്ങിൻ്റെ എന്നൊക്കെ പറഞ്ഞ് ടെൻഷനായിട്ട് ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞു എനിക്ക് ഇന്ന് തന്നെ സ്കാനിങ് ചെയ്യണമെന്ന് പറഞ്ഞു. നമ്മൾ ഡോക്ടറിൻ്റെ പെർമിഷൻ എടുത്തില്ല, അല്ലാതെ നമുക്ക് സ്കാനിങ് സെൻറ്ററിൽ പോയിട്ട് ചെയ്യാമല്ലോ നമ്മുടെ ഇഷ്ടത്തിന്. അങ്ങനെ നമ്മൾ പോയിട്ട് ചെയ്തപ്പോൾ ഒരു ഹാപ്പി ന്യൂസ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർണൽ ബ്ലീഡിങ് എൻ്റെ ബോഡി തന്നെ അബ്സോർബ് ചെയ്തിട്ട് ഇല്ലാതെയായി. അപ്പോൾ